നമസ്കാരം. അപ്പോൾ എൻ്റെ അമ്മയുണ്ടാക്കുന്ന ഉണക്കച്ചെമ്മീൻ കറി അതിൻ്റെ ഒരു പാചകം നമുക്കൊന്ന് കണ്ടുപോക്കാം. അപ്പോൾ സ്റ്റൗവിൽ തീ പിടിപ്പിച്ചിട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടുന്ന വരെ നോക്കിയിരിക്കണം. അപ്പം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടാ കടുക് ചറപറ പൊട്ടിക്കഴിയുമ്പോൾ അടുത്ത പണി തുടങ്ങണത് കറുമുറാരിഞ്ഞിട്ട സവാള അങ്ങോട്ട് കോരിച്ചൊരിയങ്ങട്. ആ സവാള ചൊരിഞ്ഞിട്ടപ്പോൾ ശബ്ദം കേട്ടാ. ഇനിയിപ്പോൾ സവാള ടീസ്പൂൺ ഉപയോഗിച്ച് ഇളക്കി മറിക്കണ ചടങ്ങാണ്. എന്താ ഭംഗിയല്ലേ. അപ്പോൾ ചെറുതായിട്ട് സവാള നിറം മാറുന്നവരെ ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടുള്ളവർക്ക് കലയും അറിയാൻ പാടില്ലാത്തവർക്ക് കൊലയുമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സവാള നിറം മാറാൻ തുടങ്ങിയിട്ടാ ഏകദേശം അടുത്ത ചടങ്ങിലേക്ക് കടക്കാറായി. നിറം മാറിയ സവാളയിലേക്ക് അല്പം മുളക് പൊടി, അതിനൊപ്പം തന്നെ അല്പം മഞ്ഞപ്പൊടി, സവാളയ്ക്ക് നിറം കൂടേണ്ട. ഇനി ടീസ്പൂണിലിട്ട് 2 കുത്തലും മറിക്കലും. സവാള നിറം മാറണപ്പുനു ശരിക്കും ഇളക്കിയങ്ങട് മറിയിട്ടങ്ങട്. അങ്ങനെ ഇളക്കി മറിച്ച മസാലയിൽ എന്താണ് എടുത്തിടാൻ പോണത്? മീറ്റ് മസാല. അല്പം മീറ്റ് മസാല ഇടാൻ പോകണം. അങ്ങനെ മീറ്റ് മസാല ഇട്ട് ഇളക്കി മറിച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മീറ്റ് മസാല പ്ലസ് സവാള 4 പേരെയും മിക്സാക്കി. ഇനിയാണ് മോനെ ഫൈനൽ ചടങ്ങ്. ഉപ്പിൽ കഷ്ടപ്പെട്ട് വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ഉണക്കച്ചെമ്മീനും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇടലുണ്ട്. കണ്ടോ? ആഹാ എന്താ ഭംഗി. വായിൽ കപ്പലോടാൻ വേണ്ടി നങ്കുരുട്ട് അങ്ങനെ ഒരു ഫീലാണ്. ഇനി അങ്ങോട്ട് ഇളക്കി മറിച്ച് തിരിച്ചങ്ങോട്ട് ഒരു പിടുത്തോണ്ട് പോലോ മറിക്കങ്ങട് തിരിച്ച് മറിച്ച് ഇളക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ കറി റെഡിയാണ് കേട്ടാ. ചൂടായിട്ട് ആവി പറന്നിട്ട് കണ്ണിൽ തീ വരും. അജാതി പാചകം. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ഉണക്കച്ചെമ്മീൻ കറി സ്പെഷ്യലാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷ നോക്കണം. പക്കാ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ചടിക്ക് തീ പിടിച്ചിട്ട് ചൂടായിട്ട് ആവി പറക്കൽ കണ്ട. ഇനി ആ ചട്ടി ഒന്ന് മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് കംപ്ലീറ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ ചേട്ടന്മാരെ വീട്ടിലേക്ക് ഇന്ന് ഒരു ചെറിയ കവർ ഉണക്കച്ചെമ്മീനും ഉരുളക്കിഴങ്ങും വാങ്ങിച്ചില്ല. ഇതങ്ങടെ വെച്ച് തരാൻ പറയാം, കഴിക്കുക.